നമസ്കാരം. ഞാൻ സിബികുട്ടി ഫ്രാൻസിസ്, വർക്കിംഗ് പ്രസിഡന്റ്, കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ ANUC. ഈ കഴിഞ്ഞ മാസം 20-ാം തീയതി ഇവിടുത്തെ ഇടതുപക്ഷ സംഘടനകൾ ഒരു പണിമുടക്ക് പ്രഖ്യാപിച്ച് പൊട്ടിപ്പാളീസായ ഒരു ദുരന്ത കഥ ജീവനക്കാർക്കിടയിൽ ഒന്ന് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അത് ദുരന്ത കഥയെന്ന് പറയാൻ കാരണം ജീവനക്കാരെ ബാധിക്കുന്ന വിവിധ വിഷയങ്ങളായിരുന്നു. ആ വിഷയങ്ങളിൽ പണിമുടക്ക് പ്രഖ്യാപിച്ച് ജീവനക്കാരെ അതുപോലെ പൊതുജനത്തെ വിഡ്ഢികളാക്കുന്ന ഒരു നടപടിയാണ് അവർ നടത്തിയത്. അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവെക്കേണ്ടത് അത്യാവശ്യമാണ്. പണിമുടക്ക് പ്രഖ്യാപിച്ചതിനകത്ത് ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ, വിഷയങ്ങൾ, അത് ശമ്പള ഭക്ഷണ കരാറിന് അംഗീകാരം ലഭിക്കുക, DA ലഭിക്കുക, അതുപോലെ പെൻഷൻ മാസ്റ്റർ ട്രഷുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ, അങ്ങനെ നിരവധി വിഷയങ്ങളായിരുന്നു. അപ്പോൾ ആ വിഷയങ്ങളൊക്കെ പ്രധാനപ്പെട്ടത് തന്നെ. അത് സംബന്ധിച്ച് ഞങ്ങളൊരു പണിമുടക്ക് നടത്തി. ഇവർ പണിമുടക്ക് പ്രഖ്യാപിച്ചവർ പണിമുടക്കിൻ്റെ 2 ദിവസം മുമ്പ് വരെ പോലും പോസ്റ്റർ ഇറക്കാതെ വന്നപ്പോഴേ ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു, ഇതൊരുമാതിരി ഗിമിക്കാണ്, ഇത് ജീവനക്കാരെ പൊട്ടുകളിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. അപ്പോൾ ഇവർ പണിമുടക്കാനൊന്നും പോകുന്നില്ല എന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു. ഏതായാലും പണിമുടക്കിൻ്റെ തലേ ദിവസം അവർ പണിമുടക്ക് വേണ്ടാന്ന് വെച്ചു. ആദ്യം ഇവരെ ഒരു വൈദ്യുതിഭവന് മുന്നിൽ സമര പ്രക്രിയയായിട്ടിറങ്ങി 40 ദിവസം പണിമുടക്കി സമരം നടത്തി എന്നാണ് പറയുന്നത്. ഷെഡ് കെട്ടി, ഡാൻസ് കളിച്ചു, പാട്ടുപാടി, ആർമാദിച്ച് സന്തോഷിച്ചു. അത് കഴിഞ്ഞ് പിന്നെ ആ പേരങ്ങ് മാറ്റി. ആ പേരിൽ എന്തോ ഒരു എന്താണ് നാൾപ്പൊരുത്തമില്ലെന്നോ EEFI എന്ന് പറഞ്ഞുകൊണ്ട് അത് ശരിയാവാത്തതുകൊണ്ട് അവരെന്ത് ചെയ്തു, അതിനെ ജനിതക മാറ്റം മാറ്റിയെടുത്ത് NCCO എന്നൊരു പേരിൽ വീണ്ടും അങ്ങ് പണിമുടക്ക് സമരം തുടങ്ങി. അതൊരാഴ്ച സമരം നടത്തി. അവസാനമാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചു. ഞങ്ങളങ്ങ് കിടിലം കൊള്ളിക്കും, വിറപ്പിക്കുമെന്ന് പറഞ്ഞ് തുടങ്ങി. അവസാനം എന്ത് പറ്റി? പണിമുടക്കിൻ്റെ തലേ ദിവസം പണിമുടക്ക് വേണ്ടാന്ന് വെച്ച് തലയിൽ മുണ്ടുവിട്ട് ഓടി. അത് സംബന്ധിച്ച് അവസാനം അവർ പണിമുടക്ക് ജയിച്ചു എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ പെൻഷനേഴ്സ് കൂട്ടായ്മക്കാർ കോടതിയിൽ പോയി ഒരു വിധി മേടിച്ചാൽ ആ വിധി അനുസരിച്ചുള്ള ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേർന്നുകൊണ്ട് അവരെ പണിമുടക്ക് വിജയിച്ചു എന്ന് പ്രഖ്യാപിച്ചു. ഇവരുടെ പണിമുടക്ക് വിജയിച്ചെങ്കിൽ അടുത്ത മാസം, അടുത്ത 12-ാം തീയതി ബോർഡ് മീറ്റിംഗ് ഉണ്ടെന്ന് അറിയുന്നത്. അന്ന് 20% DA പ്രഖ്യാപിച്ചാൽ ഇവരുടെ പണിമുടക്ക് വിജയിച്ചു. ഒരു DA പ്രഖ്യാപിച്ചാലൊന്നും നിങ്ങളുടെ പണിമുടക്ക് വിജയിച്ചിട്ടില്ല. കാരണം അത് ബോർഡ് നേരത്തെ തീരുമാനമെടുത്ത് വിട്ടിട്ടുള്ളതാണ്, ഗവൺമെൻറ്റിലൊക്കെ കൊടുത്തതാണ്. ഇവിടെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് പ്രഖ്യാപിച്ചാലാണ് DA കിട്ടേണ്ടത്. അപ്പം അതുകൊണ്ട് അത് ഒരു DA കാര്യമില്ല. അതുപോലെ ശമ്പള ഭക്ഷണ കരാറിൻ്റെ അംഗീകാരം, 2 കരാറിൽ ഒന്നിൻ്റെ അംഗീകാരം ഏതാണ്ട് അംഗീകരിച്ചു എന്ന് അവർ പറയുന്നത്. ഇത് അംഗീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഗവൺമെൻറ്റിന് ഉത്തരവിറക്കിയാൽ മതി. ഭരിച്ചുകൊണ്ടിരിക്കുന്ന കക്ഷിക്ക് 9 വർഷം വിചാരിച്ചിട്ട് ഒരു ഉത്തരവിറക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞാൽ രണ്ടാമത്തേതിന് ഇനി എന്തോ KSEB കത്ത് കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ 9 വർഷമായിട്ട് ഇനി കത്ത് കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? അതിനാണ് പണിമുടക്ക് പ്രഖ്യാപിച്ചെന്ന് പറയുന്നത്. എന്താണെങ്കിലും 1/8/2014 ഒപ്പുവെച്ച ത്രികക്ഷി കരാർ UDF സർക്കാരിൻ്റെ കാലത്താണ് ഒപ്പുവെച്ചത്. അതിനകത്ത് പെൻഷൻ ഉറപ്പാക്കിയത്, സുരക്ഷ ഉറപ്പാക്കിയത്. ആ ത്രികക്ഷി കരാറിൽ അകത്ത് അന്ന് UDF സർക്കാരിൻ്റെ കാലത്ത് കരാർ 14 ഒപ്പുവെച്ചെങ്കിൽ 16-ലാണ് സർക്കാർ ഇറങ്ങുന്നത്. ഈ 16 വരെ ഈ ട്രസ്റ്റിലേക്ക് പൈസ അടച്ചില്ല. എന്തുകൊണ്ട് അടച്ചില്ല എന്ന് സ്വാഭാവികമായിട്ട് നിങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ ഉത്തരം പറയാൻ ബാധ്യസ്ഥനാണ്. പൈസ അടയ്ക്കാതിരുന്നതിൻ്റെ കാരണം, പണം അടയ്ക്കാതിരുന്നതിൻ്റെ കാരണം, ആക്ച്വറി വാല്യുവേഷൻ നടത്തിയ 12,000 കോടി രൂപ പണം അടയ്ക്കാതിരുന്നതിൻ്റെ കാരണം, ഈ ട്രസ്റ്റിന് ടാക്സ് എക്സംഷൻ കിട്ടുന്നത് അന്ന് തൊട്ട് കത്തിടപാടുകൾ നടത്തി 2016 സെപ്റ്റംബറിൽ എന്തോ ആണ്. അപ്പോഴത്തേക്ക് ഗവൺമെൻറ് മാറി. അപ്പോൾ 16 തൊട്ട് ഇപ്പോൾ 25 ആയി, 9 വർഷമായി. ഈ 9 വർഷമായിട്ട് 5 പൈസ പോലും ട്രസ്റ്റിലേക്ക് അടച്ചിട്ടില്ല. അതിനകത്ത് ഓരോ വർഷം ആക്ച്വറിയിൽ വാല്യുവേഷൻ നടത്തണം. ഇപ്പോൾ 30,000 കോടി എന്തോ ആയിട്ടുണ്ട്. അത് 34.6% സർക്കാരും 65.4% KSEB അടയ്ക്കണം. അതുപോലെ തന്നെ കഴിഞ്ഞ 10 വർഷം ഡ്യൂട്ടി എടുത്തുകൂടാൻ ആര്യാടൻ മുഹമ്മദ് മന്ത്രിയായിരിക്കുമ്പോൾ പറഞ്ഞു. ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ വൈദ്യുതി ചാർജ് അല്ല, അതിന് കൂട്ടത്തിൽ നമ്മൾ ഉപഭോക്താക്കളിൽ നിന്ന് അഡീഷണൽ ആയിട്ട് മേടിക്കുന്നതല്ലേ. നമ്മൾ ചായ കുടിച്ചാൽ GST കൊടുക്കുന്ന പോലെ. അപ്പം ആ ഡ്യൂട്ടി പൈസ KSEBക്ക് കഴിഞ്ഞ 10 വർഷം കൊണ്ട് 10,000 കോടി 12,000 കോടി എടുത്ത് തുക കിട്ടിയിട്ടുണ്ട്. അത് പെൻഷൻ ട്രസ്റ്റിൽ അടച്ചിട്ടില്ല. അതിന് സമാധാനം ഈ ഭരിക്കുന്നവർ പറയണ്ടേ? അത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1/11/2023 ഗവൺമെൻറ് ഒരു ഉത്തരവിറക്കി, ഇനിയും ഡ്യൂട്ടി പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ UDF സർക്കാർ കൊടുത്ത കാര്യമാണ്. അപ്പോൾ പെൻഷൻ കൂട്ടായ്മക്കാർ കോടതിയിൽ പോയി. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുന്നു. കോടതി അത് സ്റ്റേ ചെയ്യുന്ന ഓർഡർ, ആ ഗസറ്റ് വിജ്ഞാപനം ഞങ്ങൾ പോകാനിരുന്നതാണ്. അപ്പോൾ അന്നത്തെ ആ ബെഞ്ചിൽ വരുന്ന ജഡ്ജ് ഞങ്ങളുടെ അഡ്വക്കേറ്റിൻ്റെ ഓഫീസിലുണ്ടായിരുന്ന ആളായതുകൊണ്ട് അദ്ദേഹം കേസ് ഒഴിഞ്ഞാൽ വീണ്ടും താമസിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങളിന്ന് കക്ഷി ചേരാതിരുന്നത്. അങ്ങനെ അവർ സ്റ്റേ ചെയ്യിച്ചുകൊണ്ട് മാത്രമാണ് ഇത്ര നാളും പിടിക്കാതിരുന്നത്. ഇപ്പോൾ ഇവർ സമരം ചെയ്തതിനു ശേഷം ഇവർ പറയാണ് ആ കേസ് പിൻവലിക്കാൻ ഗവൺമെൻറ് തീരുമാനമെടുത്തത്. അപ്പോൾ ഇതാണ് ഇവരുടെ കാര്യം. അപ്പോൾ അത് മാത്രമാണ് ഇവർ വിജയം എന്ന് പറയുന്നത്. അത് പെൻഷൻ കൂട്ടായ്മയുടെയാണ്, അവർ നേടിയെടുത്ത കാര്യമാണ്. അതിനകത്ത് എന്തിനാണ് NCCOക്കാർ പോയി തലയിടുന്നത്? നിങ്ങൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നേ, നിങ്ങൾ DA വാങ്ങിച്ചു കൊടുക്കുന്നേ,
നിങ്ങൾ ശമ്പള പ്രശ്നക്കാരാണ് അംഗീകാരം വാങ്ങിക്കൊടുക്കുന്നേ, പ്രൊമോഷൻ കൊടുക്കുന്നേ, അതെല്ലാം ചെയ്യുന്നേ. പണിമുടക്കിൻ്റെ വിജയമായിട്ട് അവർ പറയുന്നത് ഒരു സബ് കമ്മിറ്റിയെ നിയോഗിച്ചു എന്ന്. അപ്പോൾ സബ് കമ്മിറ്റിയെ നിയോഗിച്ചുകൊണ്ട് ഒരു ഉത്തരവിറങ്ങി 17/2/2025. അപ്പം അതിനകത്ത് പറയുന്ന KSEBയിലെ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് ദ എംപ്ലോയീസ് യൂണിയൻസ് എന്ന്. അപ്പോൾ ത്രികക്ഷി കരാറിൽ ഒപ്പിട്ട ഒരു സംഘടനയാണ് ഞങ്ങളില്ലാത്തൊരു സബ് കമ്മിറ്റി നിലനിൽക്കില്ല. ഞങ്ങൾ പവർ സെക്രട്ടറിക്ക് കത്ത് കൊടുത്തു. അദ്ദേഹം പറഞ്ഞ് നിങ്ങളെ ഉൾപ്പെടുത്തു എന്ന് പറഞ്ഞു. മിനിസ്റ്റർക്കും കത്ത് കൊടുത്തു. അപ്പോൾ NCCOക്കാർ NCCO എന്ന് പറഞ്ഞാലല്ലേ അവരുടെ പണിമുടക്കിൻ്റെ വിജയം എന്ന് പറയാൻ പറ്റൂ. ഇത് വിജയമൊന്നുമില്ല കേട്ടോ, പെൻഷനേഴ്സ് കൂട്ടായ്മയുടെ നേട്ടോ. അങ്ങനെ അവർ അന്നിറക്കിയ ഓർഡർ ഇതായിപ്പം അതിനകത്ത് കുറേ ആൾക്കാരുണ്ട്. ആ ഓർഡർ മാറ്റിയിട്ട് ഇത് വീണ്ടും 27/2/2025 വേറൊരു ഓർഡർ ഇറക്കി. ഇത് വളരെ രസകരമാണ്. ഈ കമ്മിറ്റിയിലുള്ളവർ കൂടെ റിട്ടയർ ചെയ്തവരാണ്. ബോർഡിൻ്റെ ഒഫീഷ്യൽസ് മാത്രം സർവീസിലുള്ളവർ, ബാക്കി NCCO കമ്മിറ്റി എന്നാണ് പറയുന്നത്. ഇത് NCCOയുടെ പെൻഷൻ സംഘടനയാണോ എന്നെനിക്കറിയില്ല, അതോ യൂണിയനുകളുടെ സംഘടനയാണെങ്കിൽ ബോർഡ് സർവീസിലുള്ള ജീവനക്കാരെ പ്രതിനിധിക്കുമ്പോൾ അവിടുന്ന് സർവീസിലുള്ള ആരെങ്കിലും ഒരാൾ വേണ്ടേ? ട്രേഡ് യൂണിയൻ്റെ അകത്ത് ആർക്കും വരാം, റിട്ടയർ ചെയ്തവർക്കും പുറത്തുള്ളവർക്കൊക്കെ വരാം. പക്ഷെ ചർച്ചയ്ക്ക് പോകുമ്പോൾ ആരെങ്കിലും ഒരാളെങ്കിലും സർവീസിലുള്ളവർ വേണ്ടേ? കേൾക്കുന്നവർ അത് വിലയിരുത്തട്ടെ. ആരെങ്കിലും ഒരാൾ, ഒരു ഹരിലാൽ, ഒരു വിജയ് കുര്യാക്കോസ്, ഒരു നെയ്യാറ്റിങ്ങൽ, ഒരു MG സുരേഷ് കുമാർ, ഒരു ജയപ്രകാശൻ പി, ഒരു വേണുഗോപാലൻ, എല്ലാം റിട്ടയർ ചെയ്തവരാ. ഇവരാണ് ബോർഡിലെ ജീവനക്കാരുടെ നിലവിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യാനുണ്ടാക്കുന്ന സബ് കമ്മിറ്റി ചർച്ച ചെയ്യുന്നു. ഇവരെത്രമാത്രം എന്തെല്ലാം ചർച്ച ചെയ്യും? അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇതിനകത്ത് ഈ കമ്മിറ്റി ത്രികക്ഷി കരാർ പ്രകാരം പെൻഷൻ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ NCCO സമരവുമായി ബന്ധപ്പെട്ടാണ് ഓക്കെ. പക്ഷെ ഇതിനകത്ത് പെൻഷൻ ട്രസ്റ്റുമായി ബന്ധപ്പെട്ട ഇത് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ചർച്ച ചെയ്യണമെന്നുണ്ടെങ്കിൽ ത്രികക്ഷി കരാറിൽ ഒപ്പിട്ട സംഘടനകളെ മുഴുവൻ വിളിച്ചൊരു സബ് കമ്മിറ്റി ഉണ്ടാക്കിയാലേ നിലനിൽക്കൂ എന്ന് മാനേജ്മെന്റിനെ അറിയിക്കുന്നു. ബോർഡ് ചെയർമാൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുന്നു വിചാരിക്കുന്നു. IAS കാരനായ ചെയർമാന് മനസ്സിലായില്ലെങ്കിൽ ഞങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സബ് കമ്മിറ്റി പെൻഷൻ ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാക്കിയാൽ നിലനിൽക്കില്ല. ഞങ്ങളെ ഉൾപ്പെടുത്തണം എന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.